എല്ലാവർക്കും നേപ്പാളിലെ രണ്ടാം ദിവസത്തിലേക്ക് സ്വാഗതം. ഡേ 2 ആൻഡ് ഡേ 3 ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം കാഠ്മണ്ഡുവിൽ നിന്നും കുറച്ച് ദൂരമായതുകൊണ്ട് ഞങ്ങൾ കാറ് 2 ദിവസത്തേക്ക് ഹയർ ചെയ്ത് ആണ് പോയത്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ പരിചയപ്പെട്ട ഒരു ഡ്രൈവർ പുള്ളിയുടെ കാറ് ഇങ്ങനെ റെൻറ്റ് എടുത്ത് 2 ദിവസത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇന്നത്തെ നമ്മുടെ പാക്കേജ് എന്ന് പറയുന്നത് പഠാൻ ദർബാർ സ്ക്വയറും പിന്നെ ചന്ദ്രഗിരി ഹിൽസും ആണ്. ടാക്സിക്ക് ഞങ്ങൾക്ക് ഒരു ഡേ അവർ ചാർജ് ആദ്യം പറഞ്ഞത് 5000 നേപ്പാളി റുപ്പീസാണ്. പക്ഷെ ഞങ്ങളത് കുറച്ച് ബാർഗൈനിങ് ഒക്കെ ചെയ്ത് 4500 നേപ്പാളി റുപ്പീസിനാണ് ഞങ്ങൾ ഈ പാക്കേജ് എടുത്തത്. നമ്മൾ ആദ്യം തന്നെ പോയ സ്ഥലം പഠാൻ ദർബാർ സ്ക്വയർ ആണ്. ഇത് ലളിത്പൂർ എന്നും അറിയും. നേപ്പാളിലുള്ള സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ്. കാഠ്മണ്ഡു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് പഠാൻ. 1979 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് പഠാൻ ദർബാർ സ്ക്വയർ. ഇവിടെ എല്ലായിടത്തും ടിക്കറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇന്ത്യൻസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീ ആണ്, നേപ്പാളീസിന് ഒരു ഫീസ്, ഇന്ത്യൻസിന് പിന്നെ ഫോറിൻ നാഷണാലിറ്റീസിന് വേറെ ഒരു ലൈക്ക് സെപ്പറേറ്റ് ഫീസ്, ഡിഫറെൻറ്റ് ഫീസ് കാറ്റഗറീസ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഞങ്ങൾ 250 per person വെച്ചിട്ടാണ് പേ ചെയ്തത്. ആദ്യമായിട്ടാണ് ഒരു ഭീമസേനൻ്റെ അമ്പലത്തിൽ കയറിയത്. ഭീമസേന അതും ഇവിടെ ചെരുപ്പിട്ടിട്ട് കയറാം. നമുക്ക് അമ്പലത്തിലൊക്കെ ചെരുപ്പിട്ടിട്ട്, അപ്പോൾ നമുക്കൊരു ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നത്. നമ്മൾ ചെരുപ്പിട്ടിട്ട് അമ്പലത്തിൽ കയറിയിട്ടില്ലല്ലോ. അങ്ങനെ നമുക്ക് അമ്പലത്തിൽ കയറി ഭീമസേനനെ തൊഴാം. ഇവിടെ ഫുൾ ഓരോ അമ്പലങ്ങളാണ്. ഇവിടെയും നമുക്ക് ഗൈഡുകൾ ഒത്തിരി നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഗൈഡിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പേ ചെയ്തതിന് ശേഷം അവർ ഫുള്ളായിട്ട് നമ്മൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമ്മൾ പഠാൻ ദർബാർ സ്ക്വയറിലേക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൽ മ്യൂസിയവും കൂടി ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് മ്യൂസിയവും കാണാം. മ്യൂസിയത്തിൽ നേപ്പാളിൻ്റെ ശില്പങ്ങൾ, പെയിൻറ്റിങ്സ്, കൂടാതെ നമ്മുടെ ബുദ്ധമതം, ഹിന്ദുമതം സംബന്ധിച്ച നിരവധി വസ്തുക്കൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മ്യൂസിയത്തിൽ നേപ്പാളിലെ പ്രാചീന കലയും സാംസ്കാരിക സമ്പത്തും ആസ്വദിക്കാനാകും. ഇത് നമ്മൾ മ്യൂസിയം കാണുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളെ ഈ ഒരു പഴയ കൊട്ടാരം പോലത്തെ ഒരു സംഭവത്തിലാണ് അത് ഫുൾ ഡേ വെച്ചിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്ക് അത്രയ്ക്ക് ഹിസ്റ്ററി, ഇങ്ങനത്തെ മ്യൂസിയം സെറ്റപ്സിനോട് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് കണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കിവിടെ എല്ലാം കണ്ടപ്പോൾ ഒരു മണിച്ചിത്രത്താഴ് സെറ്റപ്പ് തോന്നി. നമ്മുടെ ഡേ 2 രണ്ടാമത്തെ സ്ഥലമാണ് ചന്ദ്രഗിരി ഹിൽസ്. ഇതൊരു അടിപൊളി സ്ഥലമാണ്. ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് നല്ല സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കേബിൾ കാർ എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. നമ്മുടെ കൊടൈക്കനാൽ, ഊട്ടിയൊക്കെ പോലത്തെ ഒരു സംഭവം സെറ്റപ്പാണെന്നാണ് തോന്നുന്നത്. അപ്പം എക്സൈറ്റഡ് ആണ് ഗൈസ്. ആർ യു എക്സൈറ്റഡ് കേട്ടോ? കേബിൾ കാറിനാണ് ഇവിടെ ടിക്കറ്റ് ഉള്ളത് കേട്ടോ. കേബിൾ കാറിന് നമ്മൾ ബോത്ത് വേസ്, വൺ വേക്ക് ആണെങ്കിൽ നമുക്ക് 1320 ഇന്ത്യൻ നാഷണാലിറ്റീസിന്. നമുക്കിവിടെ ബോത്ത് വേസ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വൺ വേ എടുത്തിട്ട് നമുക്ക് മുകളിൽ ചെന്നിട്ട് തിരിച്ചു വരാനായിട്ട് അവിടെ നിന്നും നമുക്ക് ടിക്കറ്റ് എടുക്കാം. അല്ല നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കാം. പക്ഷേ നടക്കുന്നത് ഒരു 3-4 മണിക്കൂറുള്ള ഏർപ്പാടാണ്. അതൊരിക്കലും ഈ തണുപ്പ് വെതറിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും അവിടെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. എല്ലാവരും ബോത്ത് വേ കേബിൾ കാർ എടുത്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ കണ്ടിട്ട് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് തിരിച്ച് കേബിൾ കാർ എടുത്തിട്ട് വരാം. നമ്മൾ പക്ഷേ ബോത്ത് വേസും ടിക്കറ്റ് എടുത്തു. അവിടെ ക്യൂവിൽ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്.
ഇപ്പോൾ ഞങ്ങൾ ടോപ്പ് ഇവിടെ ചന്ദ്രഗിരി ഹിൽസിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്ക് അത് വേണമെങ്കിൽ ചെയ്യാം. ഹോഴ്സ് റൈഡിങ് തൊട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ആണ്. പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ, നല്ല ഹൈറ്റിലാണിത്. അപ്പോൾ ബാക്കി നമുക്ക് വിശേഷങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക്. ലൈക്ക് ഒത്തിരി ലോക്കൽ ആൾക്കാർ വീക്കെൻഡ് ആയതുകൊണ്ട് വരുന്നുണ്ട്, ഭയങ്കര തിരക്കാണ്. ചന്ദ്രഗിരി ഹിൽസ് നേപ്പാളിലെ കാഠ്മണ്ഡുവിനടുത്തുള്ള ഒരു പ്രശസ്തമായ പർവ്വത ശ്രേണിയാണ് ചന്ദ്രഗിരി. ഈ സ്ഥലം സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങൾ, ശുദ്ധമായ വായു, കൂടാതെ മനോഹരമായ ദൃശ്യം എന്നിവ കൊണ്ട് പ്രശസ്തമാണ്. ലോക്ക് വാങ്ങിയിട്ട് നമുക്ക് ഇത് ചെയ്യാം, കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ വിഷസ് കം ട്രൂ എന്ന് പറഞ്ഞിട്ട് വിഷു ഉണ്ട്, വിഷ് കം ട്രൂ എന്നാണ്. നമുക്കിവിടെ വരുമ്പോഴത്തേക്കും ഒരു ശിവന്റെ അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ കയറാം. ഞങ്ങൾക്ക് ഇവിടെ ഒരു അമ്പലം ഉള്ളതിൻ്റെ കാര്യം നമുക്ക് ഐഡിയ ഇല്ലായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് ഈ പ്രോപ്പറായിട്ട് കുളിച്ചിട്ട് അങ്ങനെയൊന്നും അല്ല. അപ്പം നമ്മളൊരു വിശ്വാസത്തിൻ്റെ ഇതിലായതുകൊണ്ട് അമ്പലത്തിൽ കയറിയില്ല, ജസ്റ്റ് ഇങ്ങനെ പുറത്ത് നിന്ന് കണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കാഫറ്റീരിയയിൽ വന്നു. ഇവിടെ ഭക്ഷണം ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ഞാൻ നൂഡിൽസ് വാങ്ങി, അത് കണ്ടിട്ട് തന്നെ ഫ്ലോപ്പാന്ന് തോന്നുന്നു. ഏട്ടൻ ബർഗർ വാങ്ങി, അത് വെയിറ്റിംഗ് ആണ്. പിന്നെ 2 ചായയും വാങ്ങി. ഇവിടെ നമുക്ക് വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ വ്യൂ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 രൂപയാണ് ടിക്കറ്റ്. അപ്പം നമ്മൾ അതെടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ നമുക്കൊരു ടെലസ്കോപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൽ നമുക്ക് മൗണ്ട് എവറസ്റ്റിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പ് ഭാഗം കാണാനായിട്ട് പറ്റും. മൗണ്ട് എവറസ്റ്റിൻ്റെ ഹയസ്റ്റ് വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അല്ല, ഇനി ഒരു മേലെയും കൂടി കയറണം. ഇനി എവറസ്റ്റ് കീഴടക്കിയുടെ കൂടെ വിവേകിന്റെ വീട് കൂടെ അറിയണം. എവറസ്റ്റ് കീഴടക്കിയുടെ ടെൻസിങ് കിലാരി പിന്നെ വിവേകം. ചന്ദ്രഗിരി ഹിൽസ് 2551 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ചന്ദ്രഗിരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹിമാലയൻ പർവ്വതങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് വളരെ അടുത്ത് തന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എവറസ്റ്റ്, ലോണ്ടെ, അന്നപൂർണ എന്നിവയുടെ അടയാളങ്ങൾ. പോയിന്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഏട്ടാ? ഓൾറെഡി ഞാൻ കണ്ടിട്ടുള്ളതാണ്. അയ്യോ, എനിക്ക് സൂപ്പർ ആയിട്ട്, നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ലൈക്ക് ആ ഒരു ഇങ്ങനെ ഒരു കോരിത്തരിപ്പ് തോന്നിപ്പോയി. നമ്മളവിടെ അങ്ങ് മൗണ്ട് എവറസ്റ്റിൽ എത്തിയ പോലെ തോന്നി എനിക്ക്. എൻ്റെ ദൈവമേ, സൂപ്പർ. നമ്മളിവിടെ കയറിയിട്ട് ഈ ബൈനോക്കുലറിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ടോപ്പ് കാണാൻ പറ്റും. ടോപ്പ് അത്ര ക്ലിയർ അല്ല, കുറച്ച് ബ്ലറായിട്ടാണെങ്കിലും നമുക്ക് ആ ടോപ്പ് കാണാൻ പറ്റും. അയ്യോ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ, അത് കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ചന്ദ്രഗിരി ഹിൽസിനോട് വിട പറയുകയാണ് സുഹൃത്തുക്കളെ. ഇനിയുണ്ടൊരു 2 മണിക്കൂർ യാത്ര. നേപ്പാളിലെ ഏട്ടൻ്റെ വീടാണ് ചന്ദ്രഗിരി റിസോർട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ അല്ലേ. കാഠ്മണ്ഡു ഈവനിങ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ 6:21 സമയം. നമ്മൾ പോകുന്നത് ബുദ്ധ സ്തൂപ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പോയിട്ട് എന്താണ് വിശേഷം നോക്കാം. ഫോട്ടോയിലൊക്കെ കാണാൻ ഈവനിങ് ആണ് നല്ല ഭംഗി. സോ ലെറ്റ്സ് സീ. ഇവിടെ നിന്ന് ഒരു 24 മിനിറ്റ്. അങ്ങനെ നമ്മൾ ബൗദ്ധ സ്തൂപയിൽ എത്തിയിരിക്കുകയാണ്.
ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. 200 അങ്ങനെ എങ്ങാണ്ടോ ആയിരുന്നു കേട്ടോ പെർ പേഴ്സൺ. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ടൈമിങ് ശ്രദ്ധിക്കണം കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ആക്ച്വലി ഇതിന് നമ്മൾ ബൗദ്ധസ്തൂപയ്ക്ക് അകത്ത് കയറാനായിട്ട് പറ്റിയില്ല. ബിക്കോസ് അവിടെ ടൈമിങ്സ് അനുസരിച്ച് ക്ലോസ്ഡ് ആയിരുന്നു. നമുക്ക് ആ ടൈമിംഗ് നോക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തും കയറി കാണാം. അത് ഞങ്ങൾക്ക് ജസ്റ്റ് മിസ്സായിപ്പോയി. ഞങ്ങളുടെ വിഷമം ഈ പശുപതിനാഥ് ടെമ്പിളും ഇവിടെ നമ്മൾ ടൈമിങ്സ് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിസ്സായത് കാരണം നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഈ ബൗദ്ധസ്തൂപ ഒരു ആക്ച്വലി സ്ട്രീറ്റ് പോലെയാണ് കേട്ടോ. ആൾക്കാരെല്ലാവരും ഇങ്ങനെ ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മളും ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ എവിടെ നിന്ന് നോക്കിയാലും ബുദ്ധൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. 4 ചുറ്റും ബുദ്ധന് കണ്ണുകൾ ഉണ്ട്. ഫുൾ എവിടെ നിന്നാലും ബുദ്ധൻ നമ്മളെ കണ്ട അതേ ബുദ്ധൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് നിന്നാലും ബുദ്ധൻ നോക്കിക്കൊണ്ടിരിക്കും. ഈ ഒരു ബുദ്ധിസ്റ്റ് കൾച്ചർ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചാലും അതിനൊരു അർത്ഥം ഉണ്ടായിരിക്കും. നമുക്കിത് അവർ വന്ന് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കിത് എന്തിനാണെന്നുള്ളൊരു മീനിങ് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അറിയാത്തത് കൊണ്ട് ഇവിടെ വന്നിട്ട് എല്ലാവരും വിളക്ക് കത്തിക്കുന്നുണ്ട്, ഇവിടെ എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ കറക്റ്റ് ഇത് സംഭവം അറിയത്തില്ല. നല്ലൊരു ഹാപ്പനിങ് പ്ലേസ് ആണ് അല്ലേ. നല്ല രസമുണ്ട്, ഇങ്ങനെ ചുമ്മാ നടക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ സൊവിനിയേഴ്സിന് ഒടുക്കത്തെ വിലയാണ്. നമ്മൾ കറങ്ങി എത്തി കേട്ടോ. അങ്ങനെ Day 2 ഞങ്ങൾ ബൗദ്ധസ്തൂപ കണ്ട് മടങ്ങി. ശേഷം നാളെ